നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് 2025 ഫൈനലിൽ ചരിത്ര വിജയം നേടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും. കാഡ്കുലാർ വിൻ, അതായത് അതിശയകരമായ ജയം എന്നാണ് മോദി എക്സിൽ കുറിച്ചത്. ഇന്ത്യൻ വനിതകൾ മികച്ച കഴിവും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചുവെന്നും ടൂർണമെന്റിലുടനീളം പ്രകടിപ്പിച്ച അസാധാരണമായ ടീം വർക്കിനെയും ഈ സ്ഥിരോത്സാഹത്തെയും പ്രശംസിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി. ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് 2025 ഫൈനലിൽ ഇന്ത്യൻ ടീമിന്റെ അത്ഭുതകരമായ വിജയം. ഫൈനലിലെ അവരുടെ പ്രകടനം മികച്ച വൈദഗ്ധ്യവും ആത്മവിശ്വാസവും കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ടൂർണമെന്റിലുടനീളം ടീം അസാധാരണമായ ടീം വർക്കും സ്ഥിര ഉത്സാഹവും പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ കളിക്കാർക്ക് അഭിനന്ദനങ്ങൾ. ഈ ചരിത്ര വിജയം ഭാവി ചാമ്പ്യന്മാരെ കായിക രംഗത്തേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ICC ഏകദിന ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് വമ്പൻ പാരിതോഷികങ്ങളാണ്. ചാമ്പ്യന്മാരായ ഹർമൻപ്രീത് കൗറിനും സംഘത്തിനും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അതായത് BCCI 51 കോടി രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയയാണ് അവാർഡ് തുക പ്രഖ്യാപിച്ചത്. ലോക കിരീടത്തോടൊപ്പം തന്നെ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിന് 39.78 കോടിയുടെ അതായത് 4.48 മില്യൺ US$ പ്രൈസ് മണിയും ICC സമ്മാനിച്ചിരുന്നു. കായിക ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രൈസ് മണിയാണ് ഇന്ത്യക്ക് ലഭിച്ചത്. കഴിഞ്ഞ പുരുഷ ലോകകപ്പിലെ വിജയിച്ച ടീമിന് 35.51 കോടി രൂപയാണെങ്കിൽ ഇപ്പോൾ അത് 48 കോടിക്ക് മുകളിലാണ്. വിജയികളായ ഇന്ത്യൻ ടീമിന് ആകെ 123 കോടി രൂപയാണ് പാരിതോഷികമായി ലഭിക്കുക എന്ന് സാരം. 2022 ടൂർണമെന്റിന് നൽകിയ സമ്മാന തുകയേക്കാൾ 297% വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. പുരുഷ വനിതാ ടീമുകളുടെ സമ്മാന തുക തുല്യമായി നൽകാൻ ICC തീരുമാനിച്ചതോടുകൂടിയാണ് വൻ വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഫൈനലിൽ പരാജയപ്പെട്ട രണ്ടാം സ്ഥാനക്കാരായ ദക്ഷിണാഫ്രിക്കയ്ക്ക് 19.88 കോടി രൂപയാണ് സമ്മാന തുകയായി ലഭിച്ചത്. സെമി ഫൈനലിൽ തോറ്റ ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനും 9.94 കോടി രൂപ വീതവും ലഭിക്കും. 2017 വനിതാ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് വിജയിച്ചതിന് അടുത്തെത്തി 9 റൺസ് തോൽവി വഴങ്ങിയെങ്കിലും ടീം അംഗങ്ങൾക്കും സ്പോർട്സ് സ്റ്റാഫിനും BCCI 50 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കൈ നിറയെ കോടികൾ വന്നത് ഇതൊരു ആത്മവിശ്വാസവും ആത്മബലവും അതുപോലെ തന്നെ പ്രചോദനവും ഇൻസ്പിറേഷനും ഒക്കെയായി മാറുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വനിതകൾക്ക് ക്രിക്കറ്റിലേക്ക് വരാനും ക്രിക്കറ്റിൽ ഒരു കൃത്യമായ ഭാവി ഉണ്ടെന്നും അത് ഗവൺമെന്റ് ജോലിയിൽ മാത്രമല്ല കൃത്യമായ ഭാവി, ക്രിക്കറ്റ് കളിച്ചാലും കൈ നിറയെ പണം കിട്ടുമെന്ന വിശ്വാസം അവരിലേക്ക് ഊട്ടി ഉറപ്പിക്കും. അതിനേക്കാൾ ഉപരി അവർ കളിക്കാനൊന്നും വിടാതിരിക്കുന്ന അവരുടെ മാതാപിതാക്കൾക്ക് ഒരു കണ്ണു തുറക്കുന്ന വാർത്ത കൂടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.